കൂത്താട്ടുകുളത്ത് കൗൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയതിലെ അടിയന്തര പ്രമേയ അവതരണത്തിൽ നിയമസഭ പ്രക്ഷുബ്ധമായി. നിയമസഭയിൽ പ്രതിപക്ഷ ഭരണ വാക്പോരും സാക്ഷിയായി. പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തിനിടെ ഭരണപക്ഷം ബഹളം വെച്ചതോടെ സതീശൻ ക്ഷുഭിതനായി. നമ്മളേത് ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയാണ്. പ്രകോപിതനാവില്ല പ്ലീസ്. അങ്ങ് ഒരു സീനിയർ പൊളിറ്റീഷ്യനാണ്, അങ്ങ് വളരെ സീനിയറാണ്. എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്? പ്ലീസ് അവിടെ ഇരിക്കെ പ്ലീസ്. കാലുമാറിയ കൗൺസിലർ കലാരാജു രാജിവെച്ച് പോവുകയല്ലേ വേണ്ടതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. ഇവിടെ മറ്റു തരത്തിലുള്ള പ്രലോഭനങ്ങളുടെ ഭാഗമായി സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തി സ്വാധീനിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ആ സ്വാധീനിക്കപ്പെട്ട വ്യക്തി ആ സ്ഥാനത്തിരുന്നു കൊണ്ടാണോ അപ്പുറത്ത് ചെല്ലേണ്ടത്? സാധാരണഗതിയിൽ ആ സ്ഥാനം രാജിവെക്കണ്ടേ? സ്ഥാനം രാജിവെച്ച് പോകണ്ടേ? ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങളിൽ ജനാധിപത്യത്തിന് നിരക്കാത്ത കാലുമാറ്റത്തിൻ്റെ പ്രോത്സാഹനം വന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായി കാണേണ്ടത്. അത് നമ്മുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു പ്രവണതയല്ല എന്നുള്ളത് അംഗീകരിക്കാൻ സാധിക്കണം. കൗൺസിലറുടെ കാല് വെട്ടിയെടുക്കുമെന്ന് പറയുന്നതാണോ സ്ത്രീ സുരക്ഷ എന്നായിരുന്നു നോട്ടീസ് നൽകിയ അനൂപ് ജേക്കബിന്റെ ചോദ്യം. ഒരു സ്ത്രീയെ പരസ്യമായി നടു റോഡിൽ വസ്ത്രാക്ഷേപം ചെയ്യുന്നതാണോ സർ സ്ത്രീ സുരക്ഷിതത്വം? അവിടെ കാല് വെട്ടിയെടുക്കുമെന്ന് പറയുന്നതാണോ സർ സ്ത്രീ സുരക്ഷിതത്വം? അവർക്ക് നേരെ കൊലവിളി നടത്തുന്നതാണോ സർ സ്ത്രീ സുരക്ഷിതത്വം? പോലീസ് നോക്കി നിൽക്കെ അവരെ വാഹനത്തിൽ തട്ടിക്കൊണ്ടു പോകുമ്പോൾ എവിടെയാണ് സാർ അങ്ങ് പറയുന്ന സ്ത്രീ സുരക്ഷിതത്വം ഈ കേരളത്തിലുള്ളത്? സാർ ജനാധിപത്യത്തിനേറ്റ ഏറ്റവും വലിയ കളങ്കമല്ലേ സാർ അത്? ഒരു അവിശ്വാസ പ്രമേയത്തെ ആശയപരമായി നേരിടാൻ പോലുള്ള കെൽപ്പ് LDF ഇല്ലേ എന്നുള്ള ചോദ്യമാണ് സാർ ഇവിടെ ഉയരുന്നത്. സാർ ഇവിടെ ജനാധിപത്യമല്ല ഗുണ്ടാധിപത്യമാണ് സാർ ഇന്നിവിടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വിധവയായ സ്ത്രീ, ഒരമ്മ, അവർക്ക് നഗരമധ്യത്തിൽ പൊതുജനമധ്യത്തിൽ വസ്ത്രാക്ഷേപത്തിന് വിധേയമായ വേണ്ടി വരുന്ന ദുരവസ്ഥയാണോ സാർ ഈ കേരളത്തിൽ ഉണ്ടാവേണ്ടത്? സാർ TPയും ഷുഹൈബിനെയും കൃപേഷിനെയും ശരത്ലാലിനെയും ഒക്കെ വെട്ടിക്കൊന്ന കാടത്തം ഇപ്പോഴും തുടരുന്നു എന്ന സന്ദേശമല്ലേ പൊതുസമൂഹത്തിലേക്ക് ഇതുവഴി കൊടുക്കുന്നത്? ഇതിനുള്ള ധൈര്യം ഇവർക്ക് എവിടെ നിന്നാണ് സാർ കിട്ടുന്നത്? തട്ടിക്കൊണ്ടുപോകലിനെ ന്യായീകരിക്കുന്ന ഭരണപക്ഷം അഭിനവ ദുശാസനന്മാരെ പോലെയാണ് എന്ന സതീശന്റെ പരാമർശം ബഹളത്തിനിടയാക്കി. കമ്മിറ്റി സെക്രട്ടറിയാണ്, രണ്ടാം പ്രതി മുനിസിപ്പൽ ചെയർപേഴ്സണാണ്, മൂന്നാം പ്രതി മുനിസിപ്പൽ വൈസ് ചെയർമാനാണ്, നാലാം പ്രതി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. എന്താണ് ആക്ഷേപം എഴുതിയിരിക്കുന്നത്? 7 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാൻ പറ്റിയ കുറ്റമാണ് നിങ്ങളുടെ പാർട്ടി നേതാക്കൾ ചെയ്തത്. ഒരു സ്ത്രീയോട് പരസ്യമായി പട്ടാപ്പകൽ ചെയ്തിട്ട് ഈ പോലീസിൻ്റെ ഉത്തരവാദിത്വമുള്ള മുഖ്യമന്ത്രി വന്ന് അതിനെ ഒരു കാലുമാറ്റം എന്ന തരത്തിൽ ലഘൂകരിക്കാൻ ശ്രമത്തിൽ. സാർ, ഇത് കൗരവസഭയിൽ പണ്ടുണ്ടായപ്പോൾ അന്ന് ദുശാസനന്മാരായിരുന്നു. ഇന്ന് ഈ കാര്യം സംസാരിക്കുമ്പോൾ നിങ്ങൾ ബഹളമുണ്ടാക്കുമ്പോൾ നിങ്ങൾ ചരിത്രത്തിൽ അഭിനവ ദുശാസന്മാരായി മാറും എന്ന് മറക്കണ്ട. പരാമർശത്തിൽ പ്രതിപക്ഷ നേതാവിനെ സ്പീക്കർ വിമർശിച്ചു. സ്പീക്കർ ബഹളത്തിൽ കൂട്ടുനിൽക്കുന്നു. പ്രതിപക്ഷ നേതാവിന്റെ പരാമർശം ഇരുവരും തമ്മിലുള്ള തർക്കത്തിനും കാരണമായി. നിങ്ങൾ എന്നോട് സംസാരിക്കാൻ പറയാം. ഞാൻ ചോദിക്കുന്ന ആരും മിണ്ടുന്നില്ല, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നിക്കെ നിങ്ങൾ സംസാരിക്കാതിരിക്കുക, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയറിന് അങ്ങ് കൺക്ലൂഡ് ചെയ്യ്. സ്പീക്കർ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും? യെസ്, അവിടെ ഇരിക്കെ. യെസ്, നിങ്ങളൊന്ന് ചെയറിൽ ചെല്ല്. ഒപ്പോസിഷൻ അങ്ങ് ചെയറിൽ ചെല്ല് പ്ലീസ്. ചെയറിൽ പോയിരിക്കെ. യെസ്, ചെയറിൽ പോയിരിക്കെ.
ചെയറിൽ പോയിരിക്കുക പ്ലീസ്. മുഖ്യമന്ത്രിയുടെ മറുപടി അംഗീകരിച്ച സ്പീക്കർ പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അർജുൻ രാജാണ് വിവരങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നത്. അർജുൻ, സഭ പ്രക്ഷുബ്ധമാകുന്നത് പല ഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയധികം കോളിളക്കങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് സഭ മാറുന്നത് ഒരു അപൂർവ കാഴ്ചയാണ്. പ്രതിപക്ഷ നേതാവ് പ്രകോപിതനായി കടലാസ് വലിച്ചെറിയുന്നതും ഭരണപക്ഷം ഒന്നടങ്കം അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതുമെല്ലാം ഇന്ന് സഭയുടെ നടുക്കളത്തിൽ കണ്ട കാഴ്ചകളാണ്. വിഷയം പരിഹരിക്കപ്പെടാതെ തുടരുകയുമാണല്ലേ? പ്രതിഷേധം പുറത്തും ഉണ്ടാകുമെന്ന സൂചനയാണ് പ്രതിപക്ഷം നൽകുന്നത്. അപൂർവമായിട്ടാണ് ഇത്തരത്തിലൊക്കെ പ്രതിഷേധങ്ങൾ മാറാറ്. സാധാരണ എല്ലാ ദിവസങ്ങളിലും ഇത്തരത്തിൽ പ്രതിഷേധങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തർക്കങ്ങളുമൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ രീതിയിലൊക്കെ പ്രതിപക്ഷ നേതാവ് പെരുമാറുന്നതൊക്കെ അത്ര സാധാരണമായി സഭയിൽ ഉണ്ടാകുന്നതല്ല. പ്രധാനമായും കലാരാജുവിൻ്റെ തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ട് നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടത്തിയിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. ഇക്കാര്യത്തിൽ കേസെടുത്ത് ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ക്രമസമാധാനപരമായ പ്രശ്നം ഇപ്പോൾ നിലനിൽക്കുന്നില്ല, സംഘർഷ സാധ്യത ഇല്ല. അതുകൊണ്ട് തന്നെ ഈ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകേണ്ടതില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാദം. പക്ഷേ പ്രതിപക്ഷത്തു നിന്ന് സംസാരിച്ച അനൂപ് ജേക്കബ് മുഖ്യമന്ത്രി സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പ്രസംഗിച്ച് 3 ദിവസം കഴിയുമ്പോഴേക്കും ഈ രീതിയിലുള്ള സംഭവം സംസ്ഥാനത്ത് ഉണ്ടായി. അതിന് കൂട്ടുനിൽക്കുന്നത് CPM-കാർ തന്നെയാണ്. പോലീസിനെ ഉൾപ്പെടെ സ്വാധീനിച്ചുകൊണ്ട് CPM തന്നെയാണ് മറ്റൊരു CPM കൗൺസിലറെ തട്ടിക്കൊണ്ടുപോകുകയും പരസ്യമായി അപമാനിക്കുകയും ഒക്കെ ചെയ്തത്. മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന വാക്കിന് ഇതാണോ വില എന്നായിരുന്നു അനൂപ് ജേക്കബ് ചോദിച്ചത്. തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശനും മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വാക്കിന് ചാക്കിന്റെ വിലയാണെന്ന് പരിഹസിച്ചു. മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ ഇടപെടണം, ആളുകളെ അറസ്റ്റ് ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതിനിടയ്ക്ക് ഭരണപക്ഷം പലപ്പോഴും ബഹളമുണ്ടാക്കി. ഇതാണ് പിന്നീട് VD സതീശനെ ക്ഷുഭിതനാക്കുകയും മേശയിലേക്ക് പേപ്പർ വലിച്ചെറിയുന്നതിലേക്കുമൊക്കെ എത്തിയത്. എന്ത് തെമ്മാടിത്തരമാണ് ഇവിടെ നടക്കുന്നതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. അതിനുശേഷം പ്രതിപക്ഷ അംഗങ്ങൾ പലവട്ടം സ്പീക്കറുടെ ഡേസിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തു. മുതിർന്നൊരു നേതാവല്ലേ, അല്പമെങ്കിലും പക്വത കാണിക്കണമെന്നായിരുന്നു സ്പീക്കർ പ്രതിപക്ഷ നേതാവിന് നൽകിയ നിർദ്ദേശം. തന്നെ പക്വത പഠിപ്പിക്കേണ്ടെന്ന് സ്പീക്കർക്ക് VD സതീശനും മറുപടി നൽകി. അങ്ങനെ സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ഒരു അപൂർവമായിട്ടുള്ള പോരിലേക്ക് പോലും പിന്നീട് ഈ ചർച്ച എത്തുകയാണ് ഉണ്ടായത്. തുടർന്ന് സംസാരിച്ച മുഖ്യമന്ത്രി ഈ കലാരാജുവിൻ്റെ പ്രവർത്തനങ്ങൾ, അതായത് മറ്റൊരു പാർട്ടിയിലേക്ക് പോകാനുള്ള നീക്കം അവർ നടത്തി.